ഡൽഹിയിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കോൺഗ്രസ് നേതാക്കൾ വരുന്നുവെന്നാണ് വിവരം. അതായത് വൈകുന്നേരം 4 മണിക്ക് വിമാനം തിരുവനന്തപുരം എയർപോർട്ടിലെത്തും. മുഗൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങിയ നിരീക്ഷകരാണ് എത്തുക. ഇവരാണല്ലോ MLA-മാരുടെ പേരുവിവരങ്ങളുമായി ഡൽഹിക്ക് പോയത്. അവർ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലെത്തും എന്ന വിവരം കൂടി ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്തെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കവറിങ് തിരുവനന്തപുരത്ത് എത്തുമല്ലോ. നമുക്കിപ്പോൾ കവറിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. SKN കവറുമായിട്ടാണോ ഒരുപക്ഷെ ചാർട്ടേഡ് വിമാനം വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ചാർട്ടേഡ് വിമാനം ഇറങ്ങാനുള്ള അനുമതി സിവിൽ ഏവിയേഷൻ വൃത്തങ്ങളോട് തേടിയിട്ടുണ്ട്. വിമാനം 4 മണിക്ക് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും. ഈ വിമാനത്തിലാണ് കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, ദീപാദാസ് മുൻഷി എന്നിവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആ വിമാനത്തിൽ KC വേണുഗോപാലും ഉണ്ടോ എന്ന അഭ്യൂഹങ്ങളും ഇവിടെ പടരുന്നുണ്ട്. എന്നാലും KC വേണുഗോപാൽ ആ വിമാനത്തിൽ വരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമില്ല. എന്നാൽ ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വിവരമെന്ന നിലയ്ക്കാണ് നമുക്ക് ഈ ചാർട്ടേഡ് വിമാനത്തിൽ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കൾ വന്ന ശേഷമായിരിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദവുമായി ഗവർണറെ കാണാൻ ലോക്ഭവനിലേക്ക് എത്തുന്നത്. അത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും തിരക്കിട്ട് കോൺഗ്രസ് പാളയത്തിൽ നടക്കുകയാണ്. എന്തായാലും ചാർട്ടേഡ് വിമാനം ഇവിടേക്ക് വരുന്നു. 4 മണിക്ക് പ്രധാനപ്പെട്ട നേതാക്കളുമായി തിരുവനന്തപുരത്ത് വിമാനം പറന്നിറങ്ങുമ്പോൾ SKN സൂചിപ്പിച്ച പോലെ ആ കത്തുണ്ടാകുമോ, ആ കത്തിൽ ആരുടെ പേരായിരിക്കും എന്ന ആകാംക്ഷയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിറയുന്നത്. താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വിനീത വിജി ഒരു വിവരം അറിയിക്കുന്നുണ്ട്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. വൈകുന്നേരമാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറയുന്നത്. ഇതിൽ മുഗൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്ത് എത്തും. വൈകുന്നേരം 4 മണിക്ക് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും എന്നും ശ്രീജിത്ത് അറിയിക്കുന്നു. ശ്രീജിത്ത്, ഇപ്പോഴും ഉത്കണ്ഠയും ആകാംക്ഷയും അതുപോലെ തന്നെ തുടരുകയാണ്. മാത്രമല്ല UDF പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആകാംക്ഷയിലാണ്. ഇത്രയധികം ആകാംക്ഷ നിറച്ചൊരു മുഖ്യമന്ത്രി കസേര ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. VS അച്യുതാനന്ദൻ്റെ സീറ്റ് നിശ്ചയിച്ചപ്പോഴൊക്കെ ആൾക്കാർ തെരുവിലിറങ്ങിയിരുന്നു. അതിനേക്കാളും ജനങ്ങൾ പ്രതീക്ഷയോടെയും ഉത്കണ്ഠയോടെയും ഒക്കെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മുഖ്യമന്ത്രി കസേര. ശ്രീജിത്ത് തുടരുന്നു. പറയൂ ശ്രീജിത്ത്. SKN കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പാണ് ഈ തവണ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഹൂർത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ ഇതാദ്യമാണ് ഇത്രയും സസ്പെൻസ് നിറച്ചുള്ള ഒരു തീരുമാനം വരുന്നത്. ഇതാദ്യം എന്ന് തന്നെ പറയാം. 2001 AK ആന്റണിയാണ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. അന്ന് K കരുണാകരൻ, AK ആന്റണി എന്ന 2 സ്റ്റാൾവാർട്സ് കോൺഗ്രസിലെ ഏറ്റവും നെടുനായകരായ 2 നേതാക്കളുള്ള കാലമാണ്. അന്ന് പോലും ഇതിലും അനായാസമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് AK ആന്റണി മുഖ്യമന്ത്രിയായി വന്നിരുന്നു. അന്നൊന്നും ഇത്തരമൊരു തർക്കങ്ങളോ മറ്റും ഉണ്ടായില്ല. മന്ത്രിസ്ഥാനം വീതവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് അന്ന് ചില തർക്കങ്ങൾ ഉടലെടുത്തത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനൊന്നും അത്തരമൊരു തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. 2011 പിന്നീട് UDF സർക്കാർ വന്നപ്പോഴും ഉമ്മൻചാണ്ടി അനായാസം ആ പദവിയിലേക്ക് കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള തർക്കവിതർക്കങ്ങളും അധികാര വടംവലികളും വാദപ്രതിവാദങ്ങളും ഒക്കെയാണ് കോൺഗ്രസ് പാളയത്തിനകത്ത് ഇത്തവണ ഉണ്ടായത്. അത് അനിതര സാധാരണമായ ഒരു കാഴ്ചയായി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ഒരു സസ്പെൻസ് ഇതിന് കൈവരുന്നതും അതുകൊണ്ടാണ്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ ആർക്കും ആരെയും തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അത്രയ്ക്ക് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.